ദൈവകരുണയുടെ ഒരു ചിത്രം രക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു പ്രതീകമാണ്. കത്തോലിക്ക സഭ ഏറെ ഭക്തിയോടെ വണങ്ങുന്ന ഒരു ചിത്രമാണ് ഈ ദൈവകരുണയുടെ ചിത്രം. ഈ ചിത്രത്തിലെ ഓരോ പ്രതീകങ്ങളും സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയും ദൈവത്തിന്റെ അളവറ്റ കാരുണ്യത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ലഭിച്ച ഒരു ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ചിത്രം വരയ്ക്കപ്പെടുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തന്റെ കൈകൾ ഉയർത്തി നിൽക്കുന്ന ഈശോയെ. ആശീർവദിക്കുന്ന രീതിയിലാണ് ഈശോ കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുക. ഈശോയുടെ കരുണാർദ്രമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം പാപമോചനത്തിനെയും സമാധാനത്തിനെയൊക്കെ ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കുറച്ച് കിരണങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളയും നീലയും ചുവപ്പ് നിറത്തിലുള്ള ഈ കിരണങ്ങളിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഈ ചുവപ്പ് നിറം ആത്മാക്കളുടെ രക്ഷയെ പ്രതിനിധീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ജീവനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ വെള്ള നിറത്തിലുള്ളത് ഈശോയുടെ കരുണയും പാപമോചനത്തെയും ജ്ഞാനസ്നാനത്തെയും എല്ലാം ഓർമ്മിപ്പിക്കുന്നതാണ്. ഈശോ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാപികളായ മനുഷ്യരെ തേടി വരുന്ന ദൈവത്തിന്റെ ഒരു കരുണയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നെന്ന് ഒരു ലിഖിതം നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഇത് ഭയങ്കര പവർഫുള്ളും എന്നാൽ ഭയങ്കര സിമ്പിളും ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. ദൈവത്തിന്റെ കരുണയിൽ നമ്മൾക്കുള്ള അതിയായ അനുസരണത്തെ, പ്രത്യാശയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ചിത്രത്തിന് സഭയിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത് ഈ ചിത്രം ദൈവകരുണയുടെ വാതിലാണ്, ദൈവകരുണയുടെ വാതിലിന്റെ പ്രതീകമാണെന്നെല്ലാമാണ്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഈശോയുടെ കരുണയുടെ ചിത്രത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.